ഹായ്, ഏവർക്കും VBY IT ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ, ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക് മെക്കാനിക്കിലെ സെക്കൻഡ് മൊഡ്യൂൾ ബേസിക് SMD എന്ന് പറയുന്നത് കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു ESD, SMT ആൻഡ് SMD IC പാക്കേജസ്? എന്താണ് ESD, SMT ആൻഡ് SMD IC പാക്കേജസ്? അതിൽ വരുന്ന ഫസ്റ്റ് ഭാഗമാണ് ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ടു ബി ഫോളോഡ് വൈൽ പെർഫോമിംഗ് സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് വർക്ക് ഇൻ എ ലബോറട്ടറി ഓർ വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ നമ്മളൊരു ലാബിൽ എടുക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസ്, അതായത് സോൾഡറിങ് ചെയ്യുന്ന സമയത്തും ഡീസോൾഡറിങ് ചെയ്യുന്ന സമയത്തും നമ്മൾ എടുക്കുന്ന ചില സേഫ്റ്റി പ്രിക്കോഷൻസിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. നമുക്കറിയാം സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. നെവർ ടച്ച് ദ എലമെൻറ്റ് ഓർ ടിപ്പ് ഓഫ് ദി സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ എലമെൻറ്റ് അല്ലെങ്കിൽ ടിപ്പ് നമ്മൾ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. ദേ ആർ വെരി ഹോട്ട് ആൻഡ് വിൽ ഗിവ് യു എ നെസ്റ്റി ബേൺ. അത് വളരെ ഹോട്ടായിരിക്കും, അത് കാരണം ഒരു ബേൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, ടേക്ക് ഗ്രേറ്റ് കെയർ ടു അവോയ്ഡ് ടച്ചിങ് ദ മെയിൻസ് കേബിൾ വിത്ത് ദി ടിപ്പ് ഓഫ് ദി അയൺ. ഒരിക്കലും അയൺ ടിപ്പ് ഉപയോഗിച്ച് മെയിൻ കേബിൾ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. The iron should have a heat-proof cable for extra protection. അയണിന് എന്ത് വേണം? ഒരു ഹീറ്റ് പ്രൂഫ് കേബിൾ പ്രൊട്ടക്ഷൻ കൂടി വേണം. ഓൾവേസ് റിട്ടേൺ ദ സോൾഡറിങ് അയൺ ടു ഇറ്റ്സ് സ്റ്റാൻഡ് വെൻ ഹോട്ട് ഇൻ യൂസ്, നോട്ട് ഇൻ യൂസ്. നെവർ പുട്ട് ഇറ്റ് ഡൗൺ യുവർ വർക്ക് ബെഞ്ച് ഈവൻ ഫോർ എ മൊമെൻറ്റ്. എപ്പോഴും സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ സോൾഡറിങ് ആയ നമ്മൾ സ്റ്റാൻഡിൽ തന്നെ സൂക്ഷിക്കണം. ഒരിക്കലും ഒരു മൊമെൻറ്റിന് പോലും നമ്മൾ താഴത്ത് വെക്കാൻ പാടില്ല. എവിടെയെങ്കിലും വെക്കാൻ പാടില്ല. അത് ആ സ്റ്റാൻഡിൽ തന്നെ, സോൾഡറിങ് ആയ സ്റ്റാൻഡിൽ തന്നെ എന്ത് വേണം? ഫിക്സ് ചെയ്യണം. അലോ ജോയിൻറ്റ്സ് എ മിനിറ്റ് ഓർ സോ ടു കൂൾ ഡൗൺ ബിഫോർ ടച്ച് ദം. നമ്മൾ തൊടുന്നതിന് മുമ്പായിട്ട് അത് കൂളാവാനുള്ള ടൈം കൊടുക്കണം. വർക്ക് ഇൻ എ വെൽ വെൻറ്റിലേറ്റഡ് ഏരിയ. ഒരു വെൽ വെൻറ്റിലേറ്റഡ് ഏരിയയിൽ വേണം സോൾഡറിങ് ചെയ്യാനായിട്ട്. ദ സ്മോക്ക് ഫോംഡ് ആസ് യു മെൽറ്റ് സോൾഡർ ഈസ് മോസ്റ്റ്ലി ഫ്രം ദ ഫ്ലെക്സ് ആൻഡ് ക്വയറ്റ് ഇറിറ്റേറ്റിംഗ്. അവോയ്ഡ് ബ്രീത്തിങ് ഇറ്റ് ബൈ കീപ്പിംഗ് യു ഹെഡ് ടു ദ സൈഡ് ഓഫ് നോട്ട് എബവ് യുവർ വർക്ക്. വെൻറ്റിലേറ്റഡ് ഏരിയയിൽ സോൾഡറിങ് ചെയ്യാൻ കാരണം ആ സോൾഡറും അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഫ്ലെക്സൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സ്മോക്ക് അത് ഇറിറ്റേറ്റിംഗ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെൻറ്റിലേറ്റഡ് ഏരിയയിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്. വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് സോൾഡർ. സോൾഡർ കണ്ടെയ്ൻസ് ലെഡ്. സോൾഡർ ഉപയോഗിച്ചതിന് ശേഷം കൈകൾ വാഷ് ചെയ്യണം. കാരണം സോൾഡർ എന്താണ്, ലെഡിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. ഇനി എങ്ങനെ ഒരു സോൾഡറിങ് അയൺ ഒരു വർക്കിന് പ്രിപ്പയർ ചെയ്യാം? പ്രിപ്പയറിംഗ് ദി സോൾഡറിങ് അയൺ. പ്ലേസ് ദ സോൾഡറിങ് അയൺ ഇൻ ഇറ്റ്സ് സ്റ്റാൻഡ് ആൻഡ് പ്ലഗ് ഇൻ. സോൾഡറിങ് അയൺ ആ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? പ്ലഗ് ഓൺ ചെയ്യണം. The iron will take a few minutes to reach its operating temperature of above 300 degree centigrade. ഒരു കുറഞ്ഞ സമയം കഴിഞ്ഞാൽ ആ സോൾഡറിങ് അയൺ എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എബവ് 300 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് എത്തും. ഡാമ്പൻ ദ സ്പോഞ്ച് ഇൻ ദ സ്റ്റാൻഡ്. ദ ബെസ്റ്റ് വേ ടു ഡു ദിസ് ഇറ്റ് ടു ലിഫ്റ്റ് ഇറ്റ് ഔട്ട് ആൻഡ് സ്റ്റാൻഡ് ആൻഡ് wet it by using distilled water to avoid corrosion of soldering iron tip. നമ്മൾ സ്പോഞ്ച്
നനയ്ക്കുക. അവിടെ നമ്മൾ സാധാരണയായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് ആ സ്പോഞ്ച് നനച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സോൾഡിങ് അയൺ ടിപ്പിൻ്റെ അവിടെ കൊറോഷൻ വരുന്നത് തടയാൻ കഴിയും. എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയ ശേഷം മാത്രം നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെയിറ്റ് എ ഫ്യൂ മിനിറ്റ്സ് ഫോർ ദ സോൾഡിങ് അയൺ ടു വാം അപ്പ്. സോൾഡിങ് അയൺ വാം അപ്പ് ആവാൻ ഒരു ഫ്യൂ മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വൈപ്പ് ദ ടിപ്പ് ഓഫ് ദ അയൺ ഓൺ ദ ഡാം സ്പോഞ്ച്, ഇറ്റ് വിൽ ക്ലീൻ ദ ടിപ്പ്. അയൺ ഉപയോഗിച്ച് അതിൻ്റെ ടിപ്പൊക്കെ സ്പോഞ്ച് ഉപയോഗിച്ച് അയൺ ടിപ്പ് ക്ലീൻ ചെയ്യാം. മെൽറ്റ് എ ലിറ്റിൽ സോൾഡർ ഓൺ ദ ടിപ്പ് ഓഫ് ദി അയൺ. അയൺ ടിപ്പിൽ ഒരു വളരെ കുറഞ്ഞ എമൗണ്ട് സോൾഡർ ഒന്ന് മെൽറ്റ് ചെയ്യുക. ആ മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടിന്നിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഹീറ്റ് ടു ഫ്ലോ ഫ്രം ദ അയൺ ടിപ്പ് ടു ദി ജോയിൻറ്റ്. ആദ്യമായിട്ട് സോൾഡർ അയൺ ടിപ്പിലൊന്ന് മെൽറ്റ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് ടിന്നിങ് എന്ന് പറയുന്നത്. ഇത് ഹീറ്റ് ഫ്ലോ, ആ ജോയിൻറ്റും അയൺ ടിപ്പിലുള്ള ഹീറ്റ് ഫ്ലോ എളുപ്പാക്കും. ഇനി ESD പ്രൊട്ടക്ഷൻ. എന്താണ് ESD? ESD പ്രൊട്ടക്ഷൻ. ESD എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജാണ്. നമ്മൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വളരെ ചെറിയ എമൗണ്ടിലായിട്ടുള്ള ചാർജും എന്ത് ചെയ്യും? അവിടെ ചെയ്യുന്ന കമ്പോണൻസിനെ ബാധിക്കും. അപ്പോൾ എന്താണ് ESD എന്ന് പറയുന്നത്? പ്രോപ്പർ പ്രിക്കോഷൻസ് ഇൻ ഹാൻഡ്ലിംഗ് SMDs ഷുഡ് ഓൾസോ ബി ഒബ്സർവ്ഡ് ടു അവോയ്ഡ് ESD. അതായത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് SMD എന്ന് പറഞ്ഞാൽ സർഫസ് മൗണ്ട് ഡിവൈസസ് ആണ്. ഈ സർഫസ് മൗണ്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ SMD ഡിവൈസസ് ഒക്കെ വളരെ വളരെ ചെറിയ ഡിവൈസസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ് അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസിനെ എന്ത് ചെയ്യും? ഡാമേജ് ആക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രൊട്ടക്ഷൻ എടുക്കണം പറയുന്നത്. ഇലക്ട്രോണിക് കമ്പോണൻസ് ആർ ബിക്കമിങ് സ്മോളർ ആൻഡ് ഫാസ്റ്റർ, ബട്ട് ദേ ആർ ഓൾസോ ബിക്കമിങ് മോർ സെൻസിറ്റീവ് ടുവാർഡ്സ് ESD. ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ വളരെ ചെറുതാണ്, പക്ഷേ അതെന്ത് ചെയ്യും? മോർ സെൻസിറ്റീവ് ടുവേർഡ്സ് ESD എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജിനോട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഈസ് ദ റിലീസ് ഓഫ് സ്റ്റാറ്റിക് എനർജി വെൻ ടു ഒബ്ജക്ട്സ് കം ഇൻ ടു കോണ്ടാക്ട്. രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ റിലീസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് അല്ലെങ്കിൽ ESD. ESD എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അവിടെ ആദ്യം എന്ത് നടക്കണം? ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് നടക്കണം. ഇത് നടക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ഒന്നെന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ദ പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റീരിയൽ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജായി മാറും. വെൻ ദാറ്റ് charge come into contact with the right material, it is transferred and we have ESD event. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് മറ്റ് മെറ്റീരിയൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ESD സംഭവിക്കും. The heat from the ESD event is extremely hot. ESDയിൽ ഉണ്ടാകുന്ന ഹീറ്റ് വളരെ ഹോട്ടായിരിക്കും. Although we do not feel it when we are shocked. However, when the charge is released onto an electronic device such as expansion card, the intense heat from the charge can melt or vaporize the tiny parts in the card, causing the device to fail. അങ്ങനെ ഉണ്ടാകുന്ന ESD ആ ചാർജ് അവിടെ ഉണ്ടാകുന്ന ചാർജ് കമ്പോണൻസ് എത്തുകയും ആ കമ്പോണൻസ് പെട്ടെന്ന് എന്ത് ചെയ്യും? ഫെയിലാവും ചെയ്യും. Sometimes an ESD event can damage a device. ചില സമയത്ത് ആ ഡിവൈസ് എന്ത് ചെയ്യും? ഡാമേജ് ആയി പോകും. ബട്ട് ഇറ്റ് കണ്ടിന്യൂസ് ടു ഫങ്ഷൻ. അതിന് ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, ബട്ട് അവിടെ ഡാമേജ് സംഭവിക്കും. ഇതിന് പറയുന്ന പേരാണ് ലാറ്റൻറ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ലാറ്റൻറ്റ് ഡിഫക്റ്റ് സംഭവിച്ചാൽ എന്താണ്? ആ ഡിവൈസിൻ്റെ ലൈഫ് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും, അതായത് പെട്ടെന്ന് നശിച്ചു പോകും.
ഇനി ഇവിടെ സിന്തറ്റിക് കാർപ്പറ്റ്. വൺ ക്യാൻ ഹാർഡ്ലി മൂവ് വിത്തൗട്ട് ജനറേറ്റിംഗ് ചാർജ്. അവോയ്ഡ് കാർപ്പറ്റിംഗ് ഇൻ യുവർ വർക്ക് ഏരിയ. അവിടെ എന്താണ് വർക്ക് ഏരിയയിൽ എന്തുണ്ടായിരിക്കും? ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ സിന്തറ്റിക് കാർപ്പറ്റിംഗ് ആണ് ഇവിടെ. ഇനി കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഓസിലോസ്കോപ്പിലും അല്ലെങ്കിൽ മോണിറ്റേഴ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന CRT എന്ന് പറയുന്നത് അതെന്താണ്? ഒരു ഡേഞ്ചറസ് സോഴ്സാണ്. ESDയുടെ ഒരു ഡേഞ്ചറസ് സോഴ്സാണ്. അത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് SMD ഡിവൈസസ് ഒന്നും ഇങ്ങനെയുള്ള മോണിറ്റേഴ്സ് അടുത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. Many electronic devices are susceptible to low voltage ESD events. The rework station needs to specifically designed to minimize the effect of ESD. നമ്മൾ സാധാരണ ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ESD ഇവൻസിനോട് പ്രതികരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് അത് മിനിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള റീവർക്ക് സ്റ്റേഷനാണ് യൂസ് ചെയ്യേണ്ടത്. Especially when various studies around the world have revealed that 60 to 90% of defective devices are damaged due to ESD, and 70% of these failures can be attributed to damage caused by underground workers. അപ്പോൾ ഒരു പഠനങ്ങൾ പറയുന്നത് എന്താണ്? 60 മുതൽ 90% വരെ ഡിഫക്റ്റ് സംഭവിക്കുന്നത് ഈ ESD മുഖേനയാണ് സംഭവിക്കുന്നത്. A basic ESD control rule is ground all conductors including workers at the rework station. ESD control rule പ്രകാരം പറയുന്നത് എല്ലാ കണ്ടക്ടേഴ്സും അതായത് വർക്കേഴ്സും എന്ത് ചെയ്യണം? റീവർക്ക് സ്റ്റേഷൻ എല്ലാം എന്താണ്? ഗ്രൗണ്ട് ചെയ്തിരിക്കാം. ഗ്രൗണ്ട് വർക്ക്സ് വെരി എഫിഷ്യൻ്റ്ലി ഇൻ ESD കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് റിലയബിളി റിമൂവ്സ് ESD ടു ഗ്രൗണ്ട്. അപ്പോൾ എല്ലാ വർക്കും അതായത് ഇൻക്ലൂഡിങ് വർക്കേഴ്സ് വരെ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ESD കൺട്രോൾ ചെയ്യാൻ പറ്റും. A wrist strap is an effective method for grounding the workers. വർക്കേഴ്സിന് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് റിസ്റ്റ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. The Electrostatic Discharge Association Standard ANSI/ESD SI 1/2006 defines a wrist strap as an assembled device consisting of a wrist cuff and ground cord that provides electrical connection of person's skin to the ground. ഒരു റിസ്റ്റ് സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു റിസ്റ്റ് കഫും അതായത് കയ്യിലെ ഒരു റിസ്റ്റ് കഫും അതുപോലെ ഒരു കോഡ് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് കോഡും കൂടി അത് ഏത് പേഴ്സൺ ആണോ വർക്ക് ചെയ്യുന്നത് ആ പേഴ്സൻ്റെ സ്കിന്നിനെ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യിക്കും. അത് പറയുന്നത് ESD അസോസിയേഷൻ അതായത് ANSI/ESD SI 1/2006 എന്ന് പറയുന്ന ഒരു അസോസിയേഷനാണ് പറയുന്നത്. ഒരു റിസ്റ്റ് സ്ട്രാപ്പ് ഉപയോഗിക്കണം. അതിൻ്റെ കൂടെ എന്തും കൂടി വേണം? ഒരു ഗ്രൗണ്ട് കോഡും കൂടി വേണം. വർക്കേഴ്സിൻ്റെ സ്കിന്ന് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസ്റ്റ് സ്ട്രാപ്പ് വിത്ത് ഗ്രൗണ്ട് കോഡ്. Materials mentioned below are optional but can be used for better electrostatic protected area. ഇനി താഴെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് അതൊരു ESD പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ESD ടേബിൾസ്, ചെയർസ് ആൻഡ് സ്റ്റൂൾസ്. ESD ടേബിൾ, ചെയർ, സ്റ്റൂൾ എന്ന് പറയും. പിന്നെ ESD സേഫ് ടൂൾ കിറ്റ്, കട്ടർ, പ്ലെയർ, ഡീസോൾഡറിംഗ് പമ്പ് എക്സെട്ര. ഇതെല്ലാം ESD സേഫ് ടൂൾ കിറ്റ്സ്. ESD സേഫ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് സോൾഡറിംഗ് അയൺ, ESD സേഫ് ബ്രഷ്, ESD സേഫ് ട്രേസ്, ബിൻസ് ആൻഡ് ക്യാബിനറ്റ്സ്. ഇതെല്ലാം നമുക്ക് ESD പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ESD സേഫ് വർക്ക് സ്റ്റേഷൻ്റെ ഒരു ലേഔട്ടാണ് താഴെ തന്നിരിക്കുന്നത്. അവിടെ തന്നിരിക്കുന്നതിൽ എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? ഒരു ടേബിൾ ഒരു മാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, റിസ്റ്റ് സ്ട്രാപ്പ്, റിസ്റ്റ് ബാൻഡ്,
അതുപോലെ കോമൺ പോയിന്റ് ഗ്രൗണ്ട് കോയിൽ കോർ, ഫ്ലോർ മാറ്റ്, ഫ്ലോറിലും മാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടേബിളിലും മാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഹീൽ ഗ്രൗണ്ടർ, പേഴ്സൻ്റെ എന്താണ് നമ്മൾ കാലുകൾ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ഹീൽ ഗ്രൗണ്ടർ ഉണ്ട്. ഇത്രയാണ് ഒരു ലേ ഔട്ടിൽ നിർബന്ധമായിട്ടും, അതായത് ഒരു വർക്ക് സ്റ്റേഷനിൽ ESD സേഫ് വർക്ക് സ്റ്റേഷനിൽ വേണ്ട അത്യാവശ്യ ഘടകങ്ങൾ. An ESD workstation is defined as work area with the material and equipment that limit electrostatic voltages and ESD. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ടേജ് അല്ലെങ്കിൽ ESDയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. അതിൽ വരുന്ന നെക്സ്റ്റ് വരുന്നതാണ് ടേബിൾ മാറ്റ്. എ വർക്ക് സർഫസ് ദാറ്റ് ഡിസിപ്പേറ്റ്സ് സ്റ്റാറ്റിക് ഫ്രം കണ്ടക്റ്റീവ് ഐറ്റംസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ്. ടേബിൾ മാറ്റ് എന്ന് പറഞ്ഞാൽ ടേബിളിൽ ഉപയോഗിക്കുന്ന മാറ്റ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇതുപോലുള്ള ഡിവൈസസ് ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ മാറ്റ് വേണം. രണ്ടാമത്തെ കോമൺ പോയിന്റ് ഗ്രൗണ്ട് കോഡ്. ഒരു കോമൺ പോയിന്റ് ഗ്രൗണ്ട് കോഡാണ്. എ കേബിൾ ആൻഡ് കണക്ടർ ദാറ്റ് കണക്ട് എ ടേബിൾ മാറ്റ് ആൻഡ് 1 or 2 റിസ്റ്റ് സ്ട്രാപ്പ് ടു ഗ്രൗണ്ട്. ടേബിൾ മാറ്റിനെയും അതുപോലെ റിസ്റ്റ് സ്ട്രാപ്പിനെയും നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ പോയിന്റ് ഗ്രൗണ്ട് കോഡ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് റിസ്റ്റ് സ്ട്രാപ്പ്. എന്താണ് റിസ്റ്റ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്? ഇതാണ് റിസ്റ്റ് സ്ട്രാപ്പിൻ്റെ ഫിഗർ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു റിസ്റ്റ് സ്ട്രാപ്പും അതേപോലെ തന്നെ എന്താണ് ഒരു ഗ്രൗണ്ട് കോഡുമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് റിസ്റ്റ് സ്ട്രാപ്പ്? ഇവിടെ റിസ്റ്റ് സ്ട്രാപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റിസ്റ്റ് ബാൻഡ്, കയ്യിൽ കെട്ടുന്ന ഒരു റിസ്റ്റ് ബാൻഡും അതുപോലെ കോയിൽ കോഡ് ദാറ്റ് കണക്ട്സ് എ പേഴ്സൺ സ്കിൻ ടു ഗ്രൗണ്ട്. പേഴ്സൺ സ്കിന്നിനെ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് കോഡും ഉപയോഗിക്കുന്നുണ്ട്. ESD റിസ്റ്റ് സ്ട്രാപ്സ് ഓൾസോ നോൺ ആസ് ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പ്. ആർ യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബെൻഡ് ഓഫ് ഫാബ്രിക് വിത്ത് ഫൈൻ കണ്ടക്റ്റീവ് ഫൈബർ വേവൺ എൻഡ്. അതിനുള്ളിൽ ഒരു ഫൈൻ കണ്ടക്റ്റീവ് ഫൈബേഴ്സ് ഉണ്ട്. ദ ഫൈബേഴ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് കാർബൺ ഓർ കാർബൺ ഫിൽഡ് റബ്ബർ. അവിടെ ഉപയോഗിക്കുന്ന ഫൈബർ എന്ന് പറഞ്ഞാൽ കാർബൺ അല്ലെങ്കിൽ കാർബൺ ഫിൽഡ് റബ്ബർ. ആൻഡ് ദ സ്ട്രാപ്പ് ഈസ് ബൗണ്ട് വിത്ത് എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാസ്പ് ഓർ പ്ലേറ്റ്. ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്ലേറ്റുമാണ്. ദേ ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ESD ടേബിൾ മാറ്റ് ഓൺ ദി വർക്ക് ബെഞ്ച്. അത് ഉപയോഗിക്കുന്നത് ESD വർക്ക് ബെഞ്ചിലാണ് ഉപയോഗിക്കുന്നത്. ഓർ എ സ്പെഷ്യൽ സ്റ്റാറ്റിക് ഡിസിപ്പേറ്റിംഗ് പ്ലാസ്റ്റിക് ലാമിനേറ്റ് ഓൺ ദി വർക്ക് ബെഞ്ച് സർഫസ്. അതുപോലെ വർക്ക് ബെഞ്ച് സർഫസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് ലാമിനേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത വരുന്നതാണ് ഫ്ലോർ മാറ്റ്. നമ്മൾ ടേബിൾ മാറ്റ് പറഞ്ഞു, അതേപോലെ തന്നെ വരുന്നതാണ് ഫ്ലോർ മാറ്റ്, അതായത് ഗ്രൗണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എ വാക്കിംഗ് സർഫസ് ദാറ്റ് ഡിസിപ്പേറ്റ്സ് സ്റ്റാറ്റിക് ചാർജ് ഫ്രം കണ്ടക്റ്റീവ് ഐറ്റംസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു വാക്കിംഗ് സർഫസിൽ, അപ്പോൾ ഒരു വർക്കർക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അവിടെ ഒരു മോഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഒരു ഫ്ലോർ മാറ്റും ഉപയോഗിക്കണം ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ESD anti-fatigue floor mats are made of 3/8 inch thick closed cell expanded polyvinyl chloride. ഇവിടെ ഉപയോഗിക്കുന്നത് 3/8 inch thick closed cell expanded polyvinyl chloride ആ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് റെഡ്യൂസ് വർക്കർ ഫാറ്റിക് വെൻ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിക് സെൻസിറ്റീവ് എൻവയോൺമെൻറ്റ്. ആ എൻവയോൺമെൻറ്റ്, അതായത് ഒരു മോഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആ വർക്കറിൽ നിന്നും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രൗണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഫ്ലോർ മാറ്റ് ഉപയോഗിക്കുന്നത്. സർഫസ് റെസിസ്റ്റിവിറ്റി ഈസ് 10⁻⁹ to 10⁻10 ohm. സർഫസ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 10⁻9 ohm മുതൽ 10⁻10 ohm വരെയാണ്. നെക്സ്റ്റ് ഫ്ലോർ മാറ്റ് ഗ്രൗണ്ട് കോഡ്. ഈ ഫ്ലോർ മാറ്റും ഗ്രൗണ്ട് കോഡും. എ കേബിൾ ആൻഡ് എ കണക്ടർ ദാറ്റ് കണക്ട് ഫ്ലോർ മാറ്റ് ടു ഗ്രൗണ്ട്. ഫ്ലോർ മാറ്റും ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉപയോഗിക്കുന്നു. ഇനി ഹീൽ ഗ്രൗണ്ടർ. A device for connecting a walking or standing person to ground by using the moisture in the shoe as a body connection and a conductive rubber thread as a connection to ground the mat or floor. ഇവിടെ ഹീൽ ഗ്രൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ മൂവ്
ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് അവയെ എന്താണ് ഗ്രൗണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഹീൽ ഗ്രൗണ്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ESD ഹീൽ ഗ്രൗണ്ടേഴ്സ്. അതിൻ്റെ ഫിഗറാണ് താഴെ തന്നിരിക്കുന്നത്. ESD ഹീൽ ഗ്രൗണ്ടേഴ്സിൻ്റെ. ESD ഹീൽ ഗ്രൗണ്ടേഴ്സ് പ്രൊവൈഡ് എ കണ്ടിന്യൂസ് ഗ്രൗണ്ട് പാത്ത് ബിറ്റ്വീൻ ദി ഓപ്പറേറ്റർ ആൻഡ് പ്രോപ്പർലി ഗ്രൗണ്ടഡ് ESD പ്രൊട്ടക്റ്റഡ് ഫ്ലോറിംഗ്. ESD ഹീൽ ഗ്രൗണ്ടേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്പറേറ്ററും അതുപോലെ തന്നെ എന്താണ്, അതായത് ESD പ്രൊട്ടക്റ്റഡ് ഫ്ലോറിംഗ് തമ്മിലുള്ള ഗ്രൗണ്ട് പാത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ESD ഹീൽ ഗ്രൗണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ദേ ആർ ഡിസൈൻഡ് ഫോർ യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻസ് വെർ യൂസർ മൊബിലിറ്റി ഈസ് റിക്വയർഡ് സച്ച് ആസ് വേവ് സോൾഡർ, കിറ്റിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതായത് ആ വർക്കേഴ്സിന് അവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു ഗ്രൗണ്ട് പാത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ESD ഹീൽ ഗ്രൗണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി കണ്ടക്റ്റീവ് ഷൂ കവേഴ്സ്. Conductive shoe covers, also known as polypropylene shoe covers, are non-woven spun-bond fabric that helps filter particulates. അവിടെ ആ പാർട്ടിക്കുലേറ്റ്സിനൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കവറിങ് ആണ്. ഷൂവിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു കവറിങ് ആണ് എന്ത് പറയുന്നത്? കണ്ടക്റ്റീവ് ഷൂ കവേഴ്സ് എന്ന് പറയുന്നത്. കവേഴ്സ് ആർ എക്സ്ട്രാ ലൈറ്റ് വെയ്റ്റ്. ആ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നോക്കിയാൽ അറിയാം, അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന കവറിങ് ആണത്. അത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഫോർ ആഡഡ് സേഫ്റ്റി ചൂസ് സ്കിഡ് ഫ്രീ സോൾസ് ഫോർ ഇംപ്രൂവ്ഡ് ട്രാക്ഷൻ. അതായത് അവിടെ കുറച്ചും കൂടി സേഫ്റ്റിക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്കിഡ് ഫ്രീ സോൾസും അതുപോലെ തന്നെ എന്താണ് ഉപയോഗിക്കുന്ന കാരണം അവിടെ ട്രാക്ഷൻ മൂവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും. ഇനി ESD ഫിംഗർ കോട്ട്സ്. ഫിംഗറിന് കൊടുക്കുന്ന ESD പ്രൊട്ടക്ഷനാണ് ESD ഫിംഗർ കോട്ട്സ്. അതായത് നമ്മുടെ വിരലുകൾക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീൽ ഗ്രൗണ്ടേഴ്സ് കൊടുത്തു. അതേപോലെ തന്നെ വിരലുകൾക്ക് കൊടുക്കുന്നതാണ് എന്ത്? ഫിംഗർ കോട്ട്സ്. ESD finger coats or pink ESD finger coats are commonly used in electronic assembly, photonics, medical and pharmaceutical manufacturing. സാധാരണയായിട്ട് നമ്മൾ ഈ ഫിംഗേഴ്സ് കോട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് അസംബ്ലി, അതുപോലെ ഫോട്ടോണിക്സിൽ, മെഡിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്ങിൻ്റെ ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫിംഗേഴ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റിസ്റ്റാറ്റിക് ഫിംഗർ കോട്ട്സ് ആർ പൗഡർ ഫ്രീ ആൻഡ് ആർ മെയ്ഡ് ഓഫ് 100% ലാറ്റക്സ് മെറ്റീരിയൽ. അത് പൗഡർ ഫ്രീ ആണ്, അതുപോലെ തന്നെ 100% ലാറ്റക്സ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദീസ് ഫിംഗേഴ്സ് കോട്ട്സ് മീറ്റ് MIL STD 105E for holes, tear, strains and electrostatic properties. പിങ്ക് ഇൻ കളർ. അത് റോൾ ചെയ്തിട്ടുള്ള ഫോമിലാണ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫിംഗർ കോട്ട്സ് ആണ്, ഫിംഗറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് റോളായിട്ടാണ്. നെക്സ്റ്റ് കണ്ടക്റ്റീവ് ഗ്ലൗസ്. കൈകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്ലൗസ്. കണ്ടക്റ്റീവ് ഗ്ലൗസ് ആർ മെയ്ഡ് ഓഫ് സീംലെസ് നിറ്റ് നൈലോൺ ആൻഡ് കോപ്പർ ഫൈബർ യാൺസ് വിത്ത് യൂറത്തീൻ കോട്ടിൻ. ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നൈലോൺ ആൻഡ് കോപ്പർ ഫൈബർ യാൺസ് വിത്ത് യൂറത്തീൻ കോട്ടിൻ. ദ സർഫസ് റെസിസ്റ്റിവിറ്റി ബിലോ 7.5 into 10⁻⁷. അതിൻ്റെ സർഫസ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 7.5 into 10⁻⁷. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസിപ്പേറ്റീവ് ഫൈബർ യാൺസ് ബ്ലെൻഡഡ് വിത്ത് ലോ ലിൻറ്റ് നൈലോൺ വിച്ച് റെഡ്യൂസ് സ്റ്റാറ്റിക് ബിൽഡ് അപ്പ് ഓൺ ദി ഗ്ലൗ സർഫസ് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഇൻ ഇലക്ട്രോണിക്സ് അസംബ്ലി. അവിടെ ഉപയോഗിക്കുന്ന നൈലോൺ എന്ത് ചെയ്യും? അവിടെ നമ്മുടെ ഇലക്ട്രോണിക് അസംബ്ലിയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എന്താണ് ഇംപ്രൂവ്ഡ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അതായത് കൈകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇനി ESD ഏപ്രൺസ്. ESD ഏപ്രൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഒരു ജാക്കറ്റ്സ്. അതായത് നമ്മുടെ ബോഡിയെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവിടെ ഉപയോഗിക്കുന്ന ജാക്കറ്റ്സ്. ESD ജാക്കറ്റ്സ് ഓൾസോ നോൺ ആസ് ESD സ്മോക്സ്.
പറയുന്ന മറ്റൊരു പേരാണ് ESD സ്മോക്സ് എന്ന് പറയുന്നത്. ആർ ലൈറ്റ് വെയ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഡ്യൂറബിൾ സ്റ്റാറ്റിക് ഷീൽഡ് ഫോർ യൂസ് വെർ ഇലക്ട്രോണിക് ചാർജ് ഈസ് എ കൺസേൺ. അത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഡ്യൂറബിൾ ആണ്. നമുക്കതിന് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും. ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു ഷീൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഹാസ് എ ലാപ്പൽ സ്റ്റൈൽ കോളർ ആൻഡ് ഈസ് 3/4 ലെങ്ത് വിത്ത് 3 പോക്കറ്റ്സ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 3/4 ലെങ്ത് വിത്ത് 3 പോക്കറ്റ്സ്. ന്യൂ ECX 500 fabric gives low cost static shield during electronics assembly process. Available in blue and white color. സാധാരണ കിട്ടുന്ന ESD aprons എന്ന് പറയുന്നത് എന്താണ്, വൈറ്റ് അതുപോലെ തന്നെ ബ്ലൂ കളറിലും ഉള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു ESD പ്രൊട്ടക്ഷൻ, നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ESD പ്രൊട്ടക്ഷൻ വേണ്ടതാണ്. ഏപ്രൺസ്, ഗ്ലൗസ്, ഹീൽ ഗ്രൗണ്ടേഴ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാതും ESD പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞത് നമ്മൾ ESD പ്രൊട്ടക്ഷൻസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. ബേസിക് SMD എന്ന് പറയുന്നതിൽ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിൽ വരും. ഇന്ന് പറഞ്ഞ കുറച്ച് ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു. ഇനി കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.